Dear students, welcome to today's class. Today we are discussing about management as art, science and profession. First one is management as an art. മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. അതിന് ആർട്ട് എന്താണെന്ന് ആദ്യം അറിയണം. അതിനുശേഷം ആർട്ടിലെ ഓരോ എലമെന്റ് മാനേജ്മെന്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. Art is a systematic body of knowledge that requires creativity and skill. ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ടാവും. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. അതിനോടൊപ്പം അയാൾക്കൊരു ക്രിയേറ്റിവിറ്റിയും സ്കില്ലും ഉണ്ടെങ്കിൽ അയാൾക്ക് ആർട്ടിസ്റ്റ് ആവാൻ സാധിക്കുള്ളൂ. ആൻ ആർട്ടിസ്റ്റ് ഓൾസോ നീഡ്സ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ടു ബിക്കം പെർഫെക്റ്റ് ഓർ റീച്ച് എ സെർട്ടൈൻ ലെവൽ ഓഫ് പെർഫെക്ഷൻ കൺസിഡേർഡ് ആക്സെപ്റ്റബിൾ. അയാൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആർക്ക് വേണമെങ്കിലും അറ്റൈൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം അയാൾക്കൊരു ക്രിയേറ്റിവിറ്റിയും സ്കില്ലും ഉണ്ടെങ്കിൽ അയാൾ ആർട്ടിസ്റ്റായി. പക്ഷേ ആ ആർട്ടിസ്റ്റ് പൂർണ്ണതയിലെത്തണമെങ്കിൽ അയാൾക്ക് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസും കൂടെ വേണം. First one is practical knowledge. Every art requires practical knowledge. Therefore, learning of theory is not sufficient. എല്ലാ ആർട്ടാണെങ്കിലും ആ ബേസിക് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് മാത്രം അറിഞ്ഞതുകൊണ്ട് അയാൾക്ക് ഒരു ആർട്ടിസ്റ്റ് ആവാൻ സാധിക്കില്ല. അയാൾക്ക് കുറച്ച് പ്രാക്ടിക്കൽ നോളജും വേണം. അയാളുടെ സ്കില്ലും ക്രിയേറ്റിവിറ്റിയും യൂസ് ചെയ്യുകയും കൂടെ വേണം. എ മാനേജർ ക്യാൻ നെവർ ബി സക്സസ്ഫുൾ ജസ്റ്റ് ബൈ ഒബ്റ്റൈനിങ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ്. ഹി മസ്റ്റ് ഹാവ് ഓൾസോ നോ ഹൗ ടു അപ്ലൈ വേരിയസ് പ്രിൻസിപ്പിൾസ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അതുപോലെ തന്നെയാണ് ഒരു മാനേജറിൻ്റെ കേസ്. അയാൾ ആ തിയറി മൊത്തം പഠിച്ചത് കൊണ്ട് അയാൾ ഒരിക്കലും നല്ല മാനേജർ ആവില്ല. അയാൾ ആ പഠിച്ച കാര്യങ്ങൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടെ അതിലൂടെ നേടിയെടുക്കുമ്പോൾ മാത്രമേ അയാൾ ഒരു നല്ല മാനേജർ ആവുള്ളൂ. Next one is personal skill. Every artist has his own style and approach. Similarly, manager has his own way to managing things based on his knowledge, experience and personality. നമുക്കറിയാം ഓരോ ആർട്ടിസ്റ്റും അവരുടേതായ സ്റ്റൈലിലും രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മാനേജറും അയാൾക്ക് ലഭിച്ച നോളജ്, എക്സ്പീരിയൻസ്, പേഴ്സണാലിറ്റി ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. Next one is creativity. Management is also creative in nature because it combines the concept of intelligence and imagination. നമുക്കറിയാം എല്ലാ ആർട്ടിസ്റ്റും ക്രിയേറ്റീവാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ബിക്കോസ് ഇതിൽ ഇൻ്റലിജൻസും ഇമാജിനേഷനും അതിൻ്റെ കോൺസെപ്റ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഓരോ സിറ്റുവേഷനിലും എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മാനേജർക്ക് എവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അയാൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ അയാളുടെ ഒരു ഇൻ്റലിജൻസും പിന്നെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും അങ്ങനെ ഒരു ഇമാജിനേഷനും കൂടെ ചേർത്തിട്ടായിരിക്കും അയാൾ ഡീല് ചെയ്യേണ്ടി വരിക. നെക്സ്റ്റ്, പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്. ലേണിംഗ് ഈസ് ത്രൂ ആർട്ട് ഓഫ് ട്രയൽ ആൻഡ് എറർ ഇനീഷ്യലി, ബട്ട് ദി ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓവർ ദി ഇയർ മേക്സ് ഹിം പെർഫെക്റ്റ്. നമുക്കറിയാം ആർട്ടിലൊക്കെ അവർ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെയാണ് ഒരു പെർഫെക്ഷൻ നേടിയെടുക്കുക. ഈ മാനേജ്മെൻറ്റിലാണേലും അവർ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കാം. അങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മിസ്റ്റേക്ക് വീണ്ടും തിരുത്തി അവർ ആ മാനേജ്മെൻറ്റ് ഏരിയയിൽ പെർഫെക്റ്റ് ആയിട്ട് മാറും. ലാസ്റ്റ് വൺ ഈസ് റിസൾട്ട് ഓറിയൻറ്റഡ്. എവറി ആർട്ട് സീക്സ് ടു അച്ചീവ് കോൺക്രീറ്റ് റിസൾട്ട്സ്. മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ ദി അറ്റൈൻമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഏത് ആർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അവർക്ക് നല്ലൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ആർട്ടിൽ ഏറ്റവും ടോപ്പിലെത്തണം എന്നൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ആസ് സയൻസ്. Science is defined as a systematic body of knowledge based on observation, experimentation and intelligent speculation. സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ട് ചെയ്തതാണ്. കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഇൻ്റലിജൻസ് സ്പെക്കുലേഷനിലൂടെയാണ്. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും പിന്നെ ഇൻ്റലിജൻ്റ്ലി അവർ റിസൾട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ്, നമുക്ക് സയൻസിലെ ഈ എലമെൻറ്റ്സ് ഒക്കെ മാനേജ്മെൻറ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഈ സയൻസിൽ എന്താണ്, ധാരാളം പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൽ ഇപ്പോൾ 5 കൊണ്ട് 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ നിരവധി പ്രിൻസിപ്പിൾസ് മാനേജ്മെൻറ്റിലുണ്ട്. അത് എല്ലാ ഓർഗനൈസേഷനിലും ആപ്ലിക്കബിൾ ആണ്.
Second one is experimentation and observation. Management principles have been developed through experiment and practical experience. സയൻസിലെ ഓരോ കാര്യങ്ങളും അവർ എക്സ്പെരിമെൻറ്റേഷനിലൂടെ ഒബ്സർവേഷനിലൂടെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മാനേജ്മെൻറ്റിലുള്ള പ്രിൻസിപ്പിൾസൊക്കെ ഫോം ചെയ്തത് ഇത്തരം എക്സ്പെരിമെൻസിലൂടെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെയാണ്. നെക്സ്റ്റ്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. എവരി ആക്ഷൻ ടേക്കൺ അഫക്ട്സ് ദി ഓർഗനൈസേഷൻ ഇൻ എനി മാനർ. സയൻസിലൊക്കെ ഓരോ ഫാക്ടേഴ്സ് തമ്മിൽ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലും ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റയർ ഓർഗനൈസേഷൻ മറ്റൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ സാലറി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് പ്രഡിക്റ്റബിലിറ്റി. ഫ്യൂച്ചർ ഇവൻറ്റ്സ് ക്യാൻ ബി ഫോർകാസ്റ്റഡ്. സയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പ്രഡിക്റ്റബിലിറ്റി. ഓരോ കാര്യങ്ങൾ എങ്ങനെയാവുമെന്ന് സയൻസ് യൂസ് ചെയ്തിട്ട് പ്രിഡിക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലും ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഫോർകാസ്റ്റ് ചെയ്യാറുണ്ട്. സയൻസിൽ ഇത്ര എലമെൻറ്റ്സ് മാനേജ്മെൻറ്റിലുണ്ട്. എന്നാലും നമ്മൾ മാനേജ്മെൻറ്റ് ഒരു എക്സാക്റ്റ് സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിനുള്ള കാരണങ്ങളാണ്. First one, it deals with the human beings and it is difficult to predict their behavior accurately. നമ്മൾ പ്രഡിക്റ്റബിലിറ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീങ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് റിസൾട്ട്സ് അറ്റ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആൻഡ് ടൈം. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഫയോണിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം മുൻപ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, കൺക്ലൂഷൻ. നമ്മൾ മാനേജ്മെൻറ്റ് സയൻസ് ആണോ ആർട്ടാണോ എന്ന് പരിശോധിച്ചതിൻ്റെ ഒരു കൺക്ലൂഷൻ. മാനേജ്മെൻറ്റ് ആസ് സയൻസ് ഈസ് ദി റൂട്ട് ആൻഡ് മാനേജ്മെൻറ്റ് ആസ് ആർട്ട് ഈസ് ദി ഫ്രൂട്ട്. മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സയൻസുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. കാരണം അതിൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റിയും സ്കില്ലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ മാനേജ്മെൻറ്റിന് റിസൾട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാനേജ്മെൻറ്റ് ആസ് പ്രൊഫഷൻ. What is profession? Simply we can say it is a type of job that requires advanced education and training. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോബാണ്, ഒരു ഒക്യുപ്പേഷനാണ്. അതിൽ അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ നേടിയിരിക്കണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങും കിട്ടിയിരിക്കണം. എക്സാമ്പിളാണ് ഡോക്ടർ, ലോയർ, എഞ്ചിനീയർ, ടീച്ചർ എക്സെട്ര. ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജോബാണ്. അതിന് പുറമെ അയാൾ MBBS എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ അതിനോടൊപ്പം അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ലോയർ ആണെങ്കിലും LLB കഴിയും. അതുപോലെ തന്നെ എഞ്ചിനീയർ ആണെങ്കിൽ BTech, ടീച്ചർ ആണെങ്കിലും അവരുടെ സബ്ജക്റ്റ് എടുക്കുന്നതിൽ ഒരു മാസ്റ്റർ ബിരുദം എന്തായാലും നേടിയിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് സ്പെഷ്യലൈസ്ഡ് നോളജ്. ടു ബിക്കം എ പ്രൊഫഷണൽ ദി പേഴ്സൺ ഷുഡ് അക്വയർ നോളജ്. സോ ദെയർ എക്സിസ്റ്റ് എ ബോഡി ഓഫ് നോളജ്. ഒരു പേഴ്സൺ പ്രൊഫഷണൽ ആവണമെങ്കിൽ അയാൾ ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോളജ് അക്വയർ ചെയ്യണം. അപ്പോൾ അത് അക്വയർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബോഡി ഓഫ് നോളജ് എക്സിസ്റ്റ് ചെയ്യണം. ആ നോളജിൽ കൺസെപ്റ്റ്, ടേംസ്, പ്രിൻസിപ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. എ മാനേജർ റിക്വയർസ് ഹൈ ലെവൽ ഓഫ് നോളജ് ആൻഡ് സ്കിൽ. ഒരു മാനേജർക്കും നല്ല നോളജും സ്കില്ലും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പിൾസും കൺസെപ്റ്റും ടേംസും ഒക്കെ ഒരു മാനേജറും എന്തായാലും പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, അക്വിസിഷൻ ഓഫ് നോളജ്, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. ദർ ഷുഡ് ബി എ പ്രൊവിഷൻ ഫോർ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ പ്രൊഫഷൻ, ദി നോളജ് ഓഫ് വിച്ച് ഈസ് ഇമ്പാർട്ടഡ് ബൈ സം ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഒക്കെ ഒരു വ്യക്തിക്ക് കിട്ടാൻ പറ്റണം. അങ്ങനെയുള്ള ട്രെയിനിങ്ങും നോളജും എക്സ്പീരിയൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇൻ മാനേജ്മെൻറ്റ് ഓൾസോ ആൻ ഇൻഡിവിജ്വൽ ഹാസ് ടു അക്വയർ അപ്രോപ്രിയേറ്റ് നോളജ് ആൻഡ് ട്രെയിനിങ്. മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നോളജും ട്രെയിനിങ്ങും കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിരവധിയുണ്ട്. നമ്മുടെ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒക്കെ ഇതിനു വേണ്ടിയുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. Next, establishment of a professional association. A profession must have a representative professional association for safeguard rights and promote common interest. ഒരു പ്രൊഫഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ ഉണ്ടാവണം. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ സേഫ് ഗാർഡ് റൈറ്റ്സ്, അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ പ്രൊമോട്ട് കോമൺ ഇൻട്രസ്റ്റ്, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക. എക്സാമ്പിൾസ് ആണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോർ ലോയേഴ്സ്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോർ ഡോക്ടേഴ്സ്. ഇതിലൊക്കെ ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആൾക്കാരും മെമ്പേഴ്സും ആയിരിക്കണം.
In the field of management, there is also association. Example ആണ് All India Management Association. But it is not a statutory association, and membership of this association is not compulsory condition to become a manager. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് കമ്പനീസിൽ ധാരാളം മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു അസോസിയേഷനിൽ മെമ്പർ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Next feature is code of conduct. Members of a profession are bound to follow a code of conduct. Code of conduct includes rules connected with a profession. Management also follows code of conduct. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അവരെങ്ങനെയാണ് പെരുമാറേണ്ടത് അങ്ങനെയുള്ള രീതികളിൽ കുറച്ച് റൂൾസ് ഉണ്ടാവും. അത് ആരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആ ഒരു അസോസിയേഷനിൽ നിന്ന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷനിൽ നിന്നോ അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള പദവിയിൽ നിന്നൊക്കെ പുറത്താക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് ഒരു പെരുമാറ്റച്ചട്ടം, ഒരു കോഡ് ഓഫ് കണ്ടക്ട് എല്ലാ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. Next is service motive. Like all other activities, adopting a profession also means earning income on the basis of special knowledge. That is, some gets a proper remuneration for service of society. ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സർവീസ് മോട്ടീവ് ആണുള്ളത്. ഇപ്പോൾ ഡോക്ടർ ആണെങ്കിലും ടീച്ചറൊക്കെ ആണെങ്കിലും അവർ സർവീസാണ് ചെയ്യുന്നത്. പക്ഷെ അതിലൂടെ അവർ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. എ മാനേജർ ഈസ് റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ഫോർ ഹിസ് സുപ്പീരിയർ ബട്ട് ഓൾസോ ടു സൊസൈറ്റി. അതുപോലെ തന്നെ മാനേജറും അയാളുടെ സുപ്പീരിയർക്ക് മാത്രമല്ല റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് മാത്രമല്ല റെസ്പോൺസിബിൾ, ആ സൊസൈറ്റിയായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കും. ആ എംപ്ലോയീസിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടും ആ മാനേജർ ആക്ട് ചെയ്യേണ്ടി വരും. കൺക്ലൂഷൻ: ഇറ്റ് ഈസ് ആൻ ആർട്ട്ഫുൾ സയൻസ്, സയൻസ് വിത്ത് ആൻ ആർട്ട്. മാനേജ്മെൻറ്റിൽ സയൻസും ആർട്ടും അടങ്ങിയിട്ടുണ്ട്. നോട്ട് എ പുവർ പ്രൊഫഷൻ ബട്ട് ആൻ എമേർജിങ് പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു പ്രൊഫഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ഇതൊരു പ്രൊഫഷനായിട്ട് മാറിയേക്കാം.